ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നരബലി എന്ന പാഠഭാഗത്തിലെ ഒരു പ്രധാന ചോദ്യമാണ് നോക്കുന്നത്. നരബലി എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ്? ഉത്തരം നമുക്ക് നോക്കാം. പണ്ട് രാജഭരണകാലത്ത് രാജ്യത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി മനുഷ്യനെ ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതിനെ നരബലി എന്നറിയപ്പെട്ടു. ഇത്തരം നരബലിക്ക് സമാനമായ സംഭവങ്ങൾ ഈ കഥയിലും കടന്നുവരുന്നു. ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി നരേഷും കമ്പ്യൂട്ടറും യാത്ര തിരിക്കുകയും കൺട്രോൾ റൂമിൽ ആത്മസുഹൃത്തുക്കളെപ്പോലെ അവർ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ നരേഷ് കമ്പ്യൂട്ടറെ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് മടങ്ങും. അതുവരെ കൂടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കുകയും ചെയ്യും. കമ്പ്യൂട്ടർ ഊഷ്മാവിൽ ഭസ്മമായി മാറുകയും ചെയ്യുന്നു. എന്നാൽ കഥയുടെ അവസാനം വരെ കമ്പ്യൂട്ടർ നിർവികാരനായി കാണപ്പെട്ടു. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ. ആത്മരക്ഷയെക്കുറിച്ച് കമ്പ്യൂട്ടർ ഒരിക്കലും ചിന്തിക്കാറില്ല. സ്വയം ബലി കൊടുത്തുകൊണ്ട് തന്നോടൊപ്പം സഞ്ചരിക്കുന്ന നരേഷിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ കഥയ്ക്ക് നരബലി എന്ന ശീർഷകം തികച്ചും അനുയോജ്യമാണ്. അപ്പോൾ ഉത്തരം നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയത്തുള്ളൂ.